ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും ചിക്കനും വെച്ച് തയ്യാറാക്കിയ നല്ല ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 250 ഗ്രാം അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല, ബാക്കി കുറച്ച് മാറ്റി വെക്കാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൽ ബാക്കി വന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. ഇതുപോലെ കയ്യിലുകൊണ്ട് കോരിയെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്കൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിനായി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു 1/2 ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇത്രയും വെന്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയും 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത മാംസഭാഗം മാത്രം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ വെള്ളവും വറ്റി വരണം. ആ ഒരു പരുവത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വേവാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മാവിൻ്റെ മിക്സാണിത്. എണ്ണയൊന്നും പുരട്ടാതെ തന്നെ ഈ ഒരു പാനിലേക്ക് ഇത് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഗോതമ്പ് മാവിൻ്റെ ദോശയൊക്കെ ചുടുന്നില്ല, അതുപോലെ തന്നെയാണിത്. അത്രയും മാത്രം ലൂസാക്കിയിട്ടല്ല, ഇത് ഇച്ചിരി കട്ടിയിലാണ് ഈ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മാവിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവും ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലൊരു ബോർഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. ഇത്രയും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഒരെണ്ണം ഈ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഒന്നുകൂടി മടക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തിക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയിൽ കിടന്ന് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്.
ഇതിങ്ങനെ രണ്ട് സൈഡും എണ്ണയൊഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് റെഡിയായി കിട്ടുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം കൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിക്കൊണ്ട് ഇതെല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന പുതിയ വീഡിയോസ് ഉടനടി കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.